ഹലോ ഗൈസ്, അസ്സലാം വലൈക്കും. അപ്പോൾ ഇന്ന് പേപ്പർ ഉപയോഗിച്ചിട്ട് ക്രിസ്മസ് ട്രീ ആണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു പേപ്പറിൽ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ കുറച്ചധികം പേപ്പേഴ്സ് ഒന്ന് കുഞ്ഞു കുഞ്ഞു റൗണ്ട്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ ഈ ഒരു വർക്കിന് ആവശ്യമായ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഒരു റൗണ്ട് ഷേപ്പിന്റെ സെൻറ്റർ ഭാഗം വരെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു കട്ട് ചെയ്ത പേപ്പറിന്റെ ഒരു സൈഡിൽ ഏതെങ്കിലും ഒരു ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത ഭാഗത്ത് അടുത്തൊരു സൈഡ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഷേപ്പിലുള്ള പെറ്റൽ കിട്ടും. ഇതുപോലെ തന്നെ ഈ ഒരു വർക്കിന് ആവശ്യമായിട്ടുള്ള എല്ലാ പെറ്റൽസും ഒന്ന് ഒട്ടിച്ചെടുക്കുക. അതിനുശേഷം മറ്റൊരു പേപ്പർ എടുത്തിട്ട് ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കോണാക്കി എടുക്കുക. ഈ ഒരു കോൺ ഷേപ്പിന്റെ അറ്റത്ത് ഏതെങ്കിലും ഒരു ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് ഈ ഒരു കോൺ ഷേപ്പിന്റെ അടിഭാഗം മാത്രം ഒന്ന് റൗണ്ടായി വരുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് കത്തിന്റെ കവറാണ്. ഇതിന് പകരം ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ എക്സാം പേപ്പറോ മറ്റേതെങ്കിലും കളർ പേപ്പറോ അങ്ങനെ ഏത് പേപ്പർ വേണമെങ്കിലും യൂസ് ചെയ്യാം. കോണ് കൊടുക്കുന്ന ഭാഗത്ത് ഇത്തിരി കട്ടിയിലൊന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഈ ഒരു കോൺ ഷേപ്പിന്റെ താഴ്ഭാഗമൊക്കെ റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുത്ത ശേഷം ഈ ഒരു കോണിന്റെ താഴ്ഭാഗത്തായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഗ്ലൂ അപ്ലൈ ചെയ്ത സ്ഥലത്ത് ഒരു പെറ്റൽ തയ്യാറാക്കിയത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അടുത്തൊരു പെറ്റലും ഇതിന് തൊട്ടടുത്തായിട്ട് തന്നെ വരുന്ന രീതിയിൽ വീണ്ടും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ ഈ ഒരു കോണിന്റെ ഷേപ്പ് ഫുള്ളായിട്ട് ഓരോ പെറ്റലിന്റെ അടുത്തൊരു പെറ്റൽ വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഇനി ഗ്ലൂ അപ്ലൈ ചെയ്യുന്നത് കോണിൽ ചെയ്യുന്നതിന് പകരം ഈ പെറ്റലിന്റെ മുകളിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് കോണിൽ ഫിക്സ് ചെയ്ത് കൊടുത്താലും മതി. ഒട്ടിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഒരു ഇത്തിരി നേരം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഒട്ടി കിട്ടുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരു കോൺ ഷേപ്പ് ഫുള്ളായിട്ട് ഇതുപോലെ പെറ്റൽസ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഓരോ ലെയറിന് മുകളിലും അടുത്തൊരു ലെയർ വരുന്ന രീതിയിൽ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക. ഇതുപോലെ ട്രീ ചെയ്തെടുക്കുമ്പോൾ കോണിന്റെ വലിപ്പം ഇത്തിരി കൂടി കൂട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ വലിപ്പത്തിൽ വരുമ്പോഴാണ് ഒന്നുകൂടെ ഈ ഒരു ട്രീന്റെ ഭംഗി കാണാൻ. ഞാൻ ഈ ഒരു വർക്ക് കഴിഞ്ഞ ശേഷം ലാസ്റ്റ് ഇതിന്റെ താഴ്ഭാഗത്ത് ഇത്തിരി കൂടെ വലിപ്പം കൂട്ടിയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കംപ്ലീറ്റ് ഒട്ടിച്ച ശേഷം ഇതുപോലെ ഒരു പേപ്പർ ഒന്ന് റോൾ ചെയ്തിട്ട് ഇതിന്റെ താഴ്ഭാഗത്തായിട്ട് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി അടുത്തൊരു മോഡലിലുള്ള ട്രീ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഏതെങ്കിലും ഒരു പേപ്പർ മൂന്നാക്കി ഒന്ന് നീളത്തിൽ മടക്കി കൊടുക്കുക. അതിനുശേഷം ഈ ഒരു പേപ്പറിന്റെ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് കത്രിക ഉപയോഗിച്ചിട്ട് ഇതുപോലെ പേപ്പറിന്റെ മുക്കാൽ ഭാഗത്തോളം വരുന്ന രീതിയിൽ കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു എക്സാം പേപ്പറിനെ രണ്ടാക്കി നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് ആ ഒരു പേപ്പറിനെ വീണ്ടും മൂന്നാക്കി മടക്കി എടുത്തിട്ടാണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ഈ ഒരു വർക്കിന് ആവശ്യമായിട്ടുള്ള പേപ്പേഴ്സ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കുക. അതിനുശേഷം ഈ ഒരു പേപ്പറിന്റെ മടക്കൊന്ന് നിവർത്തി കൊടുത്തിട്ട് സെൻട്രലായിട്ട് കാണുന്ന ലൈൻസിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എളുപ്പത്തിൽ 3 പേപ്പർ ഒരുമിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് കട്ട് ചെയ്തെടുത്തത്. അതല്ല ഓരോ പേപ്പർ ഒറ്റക്കൊറ്റക്ക് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും കൂടെ ഒരേപോലെ തന്നെ കുറെ ടൈം ചെയ്തെടുക്കുമ്പോൾ ഇത്തിരി ചടക്കുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ എളുപ്പപ്പണിയിൽ എങ്ങനെ ചെയ്തെടുക്കാമെന്നാണ് ആദ്യം നോക്കുക. അപ്പോൾ ഈ ഒരു പേപ്പറിന്റെ ബാക്കിയെല്ലാം കട്ട് ചെയ്തെടുത്ത ശേഷം ഇതുപോലെ ഒരു കോൺ ഷേപ്പ് ഉണ്ടാക്കി എടുക്കുക. എന്നിട്ട് നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച പേപ്പർ ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം ഈ ഒരു കോണിന് മുകളിലായിട്ട് ഒന്ന് ചുറ്റി ഒട്ടിച്ചു കൊടുക്കുക. ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ എളുപ്പത്തിൽ ഒട്ടിക്കിട്ടും. ഈ ഒരു വർക്കിന്റെ മുകൾ ഭാഗത്തൊക്കെ ഈ ഒരു പേപ്പർ ചെറുതാക്കി കട്ട് ചെയ്തിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. പിന്നെ കോൺ ഷേപ്പ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്
നല്ല കട്ടിയുള്ള ഒരു പേപ്പർ ഒന്ന് റോൾ ചെയ്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഈ കോൺ ഷേപ്പ് ഒന്ന് തയ്യാറാക്കുന്ന ടൈമിൽ ക്യാമറ ഓൺ ചെയ്തിട്ടെങ്കിലും കൂടെ വീഡിയോ ഓണാക്കാൻ മറന്ന്, അതുകൊണ്ടാണ് വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്. 4.5 മാസത്തോളമായി ചാനൽ തുടങ്ങിയിട്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വീഡിയോസൊക്കെ എടുക്കുന്ന കാര്യം ഞാൻ മറന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല വർക്കുകളും ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്നുള്ള ഓർമ്മ വരും. ഇങ്ങനെ കംപ്ലീറ്റ് ഒട്ടിച്ചു കൊടുത്ത ശേഷം ഒരു കുഞ്ഞു കോൺ ഷേപ്പ് കൂടെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.